ഞാൻ ആക്ച്വലി റിപ്പീറ്ററാണ്. അപ്പോൾ റിപ്പീറ്റിന് എനിക്ക് 10 മാർക്കിനാണ് MBBS പോയത്. MBBS പോയപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ പോയത്. അപ്പോൾ ഞാൻ BDS എടുക്കാം, ഇനി എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പം പിന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു ബ്രില്യൻറ്റ് നല്ല റിസൾട്ടാണ്. ബ്രില്യൻറ്റിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെയല്ല, കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല നെഗറ്റീവ്സും വന്നിട്ടുണ്ട്. ഏജ് കൂടുന്നു, ഇനിയും റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ നമ്മളങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യും. ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ ആക്ച്വലി എനിക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ വലിയ മാർക്കൊന്നും എപ്പോഴൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓരോ തെറ്റ് ക്വസ്റ്റ്യൻസും എനിക്ക് ഓരോ കൺസെപ്റ്റാണ് തന്നിരുന്നത്. ആക്ച്വലി ഞാൻ ബ്രില്യൻറ്റിൻ്റെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി, ബുക്ക്, പിന്നെ പോലെ ലേണിംഗ് സിസ്റ്റം, അങ്ങനെ. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് ഏത് ഡൗട്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ക്ലിയർ ചെയ്ത് തരും. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രം എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഒരുപാട് മീൻസ് സില്ലി മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഞാനത് എഴുതുമായിരുന്നു. കാരണം എന്നാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. എക്സാം ഹാൾ കയറി, എക്സാം ഹാൾ ഫസ്റ്റ് എൻ്റെ പേപ്പറിൽ ഫസ്റ്റ് ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ്. ഫിസിക്സ് ഫസ്റ്റ് പേജ് മറിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ഹാഫ് പേജ് ക്വസ്റ്റ്യന്, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് പോയിന്ന്. ഓരോ പേപ്പർ മറിക്കുമ്പോഴും എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട് ബ്രില്യൻറ്റിൽ ഞാൻ പെർഫോം ചെയ്ത് അത്രയൊന്നും എനിക്കിതിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്റെ മൈൻഡിൽ വന്നു, അയ്യോ റിപ്പീറ്റ് 10 മാർക്ക്, വീണ്ടും റിപ്പീറ്റ്, ഇനി എന്താവും. അപ്പൊ പിന്നെ പറയും. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ച് എന്തായാലും BDS എന്തായാലും അതന്നെയായിരിക്കും എനിക്ക് നടക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ എത്തിപ്പെട്ടല്ലോ. മീൻസ് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റിയല്ലോ, വൈക്കോട്ട് ഇടാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അത്രയും പഠിച്ചത് ഒരിക്കലും വേസ്റ്റ് ആയില്ല. എനിക്ക് തന്നെ അതൊക്കെ അനുഭവിക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നി.